ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനാണെങ്കിൽ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയപ്പം ഞാനൊരു തവണ എൻഡോസ്കോപ്പി ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ താഴെയാണെങ്കിൽ കൊച്ചൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എൻഡോസ്കോപ്പി ചെയ്യാനുണ്ടായ സിംറ്റംസ് എന്തൊക്കെയാണെന്ന്. അപ്പം കുറേ നാൾക്ക് മുന്നേ ഇട്ട ഒരു വീഡിയോ ആണ്. അപ്പം അതിൻ്റെ കമൻറ്റ് ഞാനാണെങ്കിൽ ആദർശമായിട്ട് കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ കൊച്ചു വീഡിയോ കാണുമില്ലയോ എന്നൊന്നും എനിക്കറിയില്ല, എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് എനിക്കുണ്ടായ സിംറ്റംസ്, ഞാൻ എന്തുകൊണ്ടാണ് എൻഡോസ്കോപ്പി ചെയ്യാനുണ്ടായ കാര്യം എന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളോട്ടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് വർഷങ്ങളായിട്ടത്, എനിക്ക് ഇന്നും ദിനം തുടങ്ങിയതല്ല കേട്ടോ ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലം. എനിക്ക് വർഷങ്ങളായിട്ട് എന്താ പറയുക, നേഴ്സിംഗ് ഒക്കെ പഠിച്ച ആ ഒരു സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോബ്ലമാണ് ഈ അസിഡിറ്റിയുടെ പ്രോബ്ലംസ്. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേനും ആകെ ഒരു എന്താ പറയുക, ജനറൽ വീക്ക്നെസ് എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. ബോഡി ഭയങ്കര ടയേർഡായിട്ട് തോന്നും. ഫുഡ് കഴിച്ചതിന് എനിക്ക് അപ്പം കിടക്കണമെന്ന് തോന്നും. അങ്ങനെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ അതങ്ങനെ നോർമലായിട്ട് നമ്മൾ ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കാനായിട്ട് ഗ്യാസ് കയറുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമായിട്ടാണ് ഞാനിതിനെ വെച്ചുകൊണ്ടിരുന്നത്. അതിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് എനിക്ക് കുറച്ച് ഫുഡ് കഴിച്ചാലും പെട്ടെന്ന് വയറ് നിറഞ്ഞതുപോലെ തോന്നും. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നോസിയ, അങ്ങനെ ഭയങ്കര ഡിസ്കംഫോർട്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു എന്താ പറയുക, ആക്റ്റീവായിട്ടിരിക്കാൻ തോന്നത്തേയില്ല, ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഡോക്ടർമാരെയൊക്കെ കാണിക്കുമ്പോൾ IBS, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രം, അങ്ങനെയൊക്കെ ഉള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിതിന് മരുന്നൊക്കെ തരുമായിരുന്നു. എന്നിട്ടൊന്നും എനിക്ക് കുറയത്തില്ല. നമ്മൾ നോർമൽ അസിഡിറ്റിയുടെ ടാബ്ലറ്റ് കഴിച്ചാൽ പോലും എനിക്ക് ആ സിംറ്റംസിൽ നിന്നൊന്നും റിലീഫ് കിട്ടാറില്ല. അപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും പറഞ്ഞു, ഇനിയും ഇതുപോലെ സിംറ്റംസ് ഒക്കെ വരുവാണ്, ഒട്ടും കുറയുന്നില്ല, മരുന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻഡോസ്കോപ്പി ചെയ്യാനുള്ളൊരു പേടി കൊണ്ടാണ് ഞാൻ ഇത്രയും വർഷങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നത്. ഫൈനലി ഞാൻ നാട്ടിൽ ചെന്നപ്പോഴും കാരിത്താസ് ആ ഹോസ്പിറ്റലിൽ കാണിച്ചു. അന്നേരമൊക്കെ അവരെന്നോട് പറയുന്നത് എൻഡോസ്കോപ്പി ഒരു ബെറ്റർ, എപ്പോഴും എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നതായിരിക്കും. അങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ തൊടുപുഴ ചാഴിയാട്ട് ഹോസ്പിറ്റലിൽ പോയി എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്, എൻഡോസ്കോപ്പി. അപ്പോൾ വിചാരിച്ചു എന്താണെങ്കിലും എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം ഈ കാരിത്താസിൽ തന്നെ ഇരിക്കുന്ന ഡോക്ടറാണ്, കൂത്താട്ടുള്ള ദേവമാതാ ഹോസ്പിറ്റൽ ഡോക്ടർ ദീപക്. അപ്പോൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോഴാണ് ഡോക്ടറെ എൻഡോസ്കോപ്പി ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അൾസർ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു. പക്ഷേ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ എപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞാലും എനിക്ക് സിംറ്റംസ് പിന്നെയും വരാറുണ്ട് കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, വേറെ പേടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞ് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു 6 മാസത്തോളമൊക്കെ മെഡിസിൻ കഴിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്തെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു ഇറിറ്റേഷനോ ബുദ്ധിമുട്ടോ ഒക്കെ വരണുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും.